കേരളത്തിൽ പൊതുവെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അതായത് നമ്മൾ ചെറിയൊരു സ്റ്റേറ്റ് ആയതുകൊണ്ട് ഒരു സൈഡിൽ സഹ്യപർവ്വതവും മറ്റേ സൈഡിൽ കടലും ആയതുകൊണ്ട് നമുക്കിവിടെ എപ്പോഴും ഈ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലാണ്. അപ്പോൾ ജലാംശം കൂടുതലായിട്ട് വരുമ്പോൾ ഈ കാർമേഘം മേളിൽ നിൽക്കുകയും ഈ ജലാംശം അങ്ങോട്ട് പാസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, കാരണം സഹ്യപർവ്വതമുണ്ട്, പിന്നെ ഈ സൈഡ് കടലുമാണ്. അപ്പോൾ എപ്പോഴും ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ജലത്തിൻ്റെ അംശമുണ്ട്. ജലത്തിൻ്റെ അംശം ഏറിയും കുറഞ്ഞേക്കും. സമ്മർ സീസണിൽ നമുക്ക് ഉഷ്ണമെടുക്കുകയും വിയർക്കുകയും ചെയ്യുന്നത് ഈ ജലത്തിൻ്റെ അംശം കൂടുമ്പോഴാണ്. പൊതുവേ നമ്മുടെ ഇവിടെ ടെമ്പറേച്ചർ ഏകദേശം ഒരു 37 ഡിഗ്രിയിലാണ്, അതിനുള്ളിലാണ് വരുന്നത് സമ്മർ സീസണിൽ. ചിലപ്പോൾ അത് കൂടുതലും വരാം. ഈ 37 ഡിഗ്രിയും ഹ്യൂമിഡിറ്റിയും കൂടെ ചേർന്ന് ഏകദേശം ഒരു കുക്കറിനകത്തിട്ട് പുഴുങ്ങുന്ന ഒരു എഫക്റ്റ്. അതായത് മേളിൽ കാർമേഘമുണ്ട്, അപ്പുറത്ത് സഹ്യപർവ്വതമുണ്ട്, ഇവിടെ കടലുമാണ്. അവിടുന്ന് കടലിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുമ്പോൾ ഈ കാർമേഘം വരികയും അപ്പം ഈ ഒരു കുക്കർ എഫക്റ്റിലാണ് നമ്മളിരിക്കുന്നത്. കുക്കറിനകത്ത് എങ്ങനെ ഒരു ആവിയിൽ കെട്ടി നിൽക്കുന്നു, ഇപ്പോൾ ഈസി ആയിട്ട് പറയാൻ വേണ്ടിയാണ് കുക്കർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പുഴുങ്ങിയ അവസ്ഥയിലാണ് നമുക്കിരിക്കുന്നത്. ചില സമയത്ത് നമുക്ക് ഹ്യൂമിഡിറ്റി ഇല്ല. അപ്പോൾ കാർമേഘം ഇല്ലാത്ത ആ സിറ്റുവേഷനിലാണ് നമുക്ക് ഹ്യൂമിഡിറ്റി ഇല്ല. അപ്പോൾ ഹ്യൂമിഡിറ്റി ഇല്ലാതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഈ ഹ്യൂമിഡിറ്റി ഇല്ലാത്ത അവസ്ഥയിലാണ് നമുക്ക് കൂളർ കൂടുതലായിട്ട് യൂസ് ആവുന്നത്.